എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്, ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിയലാണ്, കോവയ്ക്ക അവിയൽ. കോവയ്ക്ക എന്ന് പറയുന്നത് ഷുഗറിനും BP-ക്കുമൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇതുപോലെ ഒരുപാട് നല്ല ആരോഗ്യപരമായിട്ടുള്ള റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ടെന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഈ കോവയ്ക്ക അരിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. പച്ചയായിട്ടുള്ള കോവയ്ക്കയാണ് നല്ലത്. പിന്നെ ഇതിനകത്ത് ചിലതൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് പോയതുണ്ട് എങ്കിലും പച്ചയായിട്ടുള്ളതാണ് നല്ലത്. ഇങ്ങനെ നാലായിട്ടൊന്ന് കീറിയാൽ മതി ചെറിയ കോവയ്ക്കയാണെങ്കിൽ. വലിയ കോവയ്ക്കയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ലൈസ് ചെയ്യാം. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെ പകുതിയാണ് മുളക് പൊടി ഇടുന്നത്. ശരിക്കും അത് അവിയലിൻ്റെ കളറ് മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മുളകും മഞ്ഞളും കൂടെ ചേർക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് തിളക്കുകയും ചെയ്തു. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. അതിനോടൊപ്പം ഉള്ളി, ഇത് സവാള ഇട്ടാലും മതി. ഞാൻ കൊച്ചുള്ളിയാണ് ഇട്ടത്. എനിക്ക് കൊച്ചുള്ളിയോടുള്ള സ്നേഹം കാരണം ഞാൻ അതാണ് ഇട്ടത്. സവാള ഇട്ടാലും മതി. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സാധാരണ പോലെ തന്നെ തന്നേക്കാം. നീളത്തിൽ തന്നെ അരിഞ്ഞ തക്കാളി, അതിലേക്ക് പച്ചമുളകും പഴുത്തമുളകും ഉണ്ട്, ചോപ്പ് ചെയ്ത കറി ലീവ്സ്. ഇതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേഗം വയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ശകലം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അത് ആ വെജിറ്റബിളിലൊക്കെ ഒന്ന് പിടിക്കാനാണ്. ഇനി അരപ്പിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കാം, നന്നായിട്ട് വേകാനായി. എന്നിട്ട് നമുക്ക് മസാല ശരിയാക്കാം. തേങ്ങയും ജീരകവുമാണ് ചേർക്കുന്നത്. പക്ഷേ നമുക്കറിയാം അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുമാണ്. അപ്പോൾ ഞാൻ ഈ അരപ്പിനകത്ത് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. നല്ലൊരു മണം കിട്ടും അവിയലിന്. അപ്പോൾ തേങ്ങ ഇട്ടു, കറിവേപ്പില ഇട്ടു, ജീരകം, പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി കുറച്ച്. ഇതിനകത്ത് ഇച്ചിരി കാന്താരിയും കൂടി ഇടുകയാണ്. കാന്താരി നിർബന്ധമില്ല, പച്ചമുളക് ഇട്ടാലും മതി. ഒരല്പം ഉപ്പും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുക്കുന്നതിന് മുമ്പ് അതിനോടൊപ്പം അല്പം തൈരും കൂടെ ചേർത്ത് ചതയ്ക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ചതച്ചതിന് ശേഷം തൈര് ചേർത്താലും മതി. ഒരു കാര്യം കൂടെ, 2 ചുവന്നുള്ളിയും കൂടെ നമുക്കിടാം. ചുവന്നുള്ളി ഇഷ്ടംപോലെ ഞാൻ ഇട്ടതാണ്, എങ്കിലും ഈ അരപ്പിനൊരു പ്രത്യേക രുചി വരും. ചുവന്നുള്ളി ജീരകം കോമ്പിനേഷൻ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചതയ്ക്കാം. അപ്പോൾ ചെറിയൊരു പുളിയോടുകൂടിയുള്ള നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. നമ്മളൊരു തക്കാളിക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ ഒത്തിരി തൈര് ഒഴിക്കരുത്. അത് കണക്കാക്കിയേ ഒഴിക്കാവൂ. ഒരുപാട് പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ അവിയലിന് കൊള്ളത്തില്ല. ആവശ്യത്തിന് മതി. ഇടയ്ക്കിടയ്ക്ക് ഇതും ഒന്ന് നോക്കണം. ഒരുപാട് വെന്ത് കലങ്ങിപ്പോകരുത്. അവിയൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തുള്ളൂ. കുഴഞ്ഞു മറിഞ്ഞ് പോകരുത്. ഒന്നുകൂടെ ഞാൻ അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം പറ്റി കാണും. കോവയ്ക്ക വേകണം, അതാണ് കണക്ക്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് അടച്ചു വയ്ക്കണം. അരപ്പ് ചേർക്കാം. ചെറിയ തീയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കൊന്ന് പൊതിഞ്ഞ് വെച്ച് അതൊന്ന് ആവിയിലൊന്ന് വെന്തോട്ടെ. അരപ്പ് തീ വളരെ കുറയ്ക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഈ ജാറൊന്ന് കഴുകി അരപ്പിൻ്റെ. ഇനി അത് ഈ ചെറിയ തീയിൽ തന്നെ ഒന്ന് ഇരുന്നോട്ടെ. അരപ്പൊന്ന് വേകാനായിട്ട് മാത്രം. ഇങ്ങനെ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് തുറക്കാം. ആ തേങ്ങ മസാലയൊക്കെ ചേർന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനിയും ഇത് ഞാൻ ഇളക്കുന്നില്ല. ഇനി ഒരു പൂഴികടകൻ പരിപാടിയും കൂടെ ഉണ്ട്. അതാണ് അവിയലിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അത് ആദ്യം നമ്മൾ തീയനെ ഓഫ് ചെയ്യാം. അതിലേക്ക് പച്ച കറിവേപ്പില, പിന്നീട് പച്ച വെളിച്ചെണ്ണ. ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 7 മിനിറ്റ് വരെ അങ്ങനെ തന്നെ ഇരിക്കണം. തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. അവിയലിൻ്റെ സ്പെഷ്യൽ മണം നമുക്ക് വരും. നിങ്ങൾ ഈ അവിയലിൻ്റെ കളർ കണ്ടോ? അത് കളർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഒരു പൊടിക്കൈ ആദ്യമേ ചെയ്തത്. അതായത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മളത് വെജിറ്റബിൾ കുക്ക് ചെയ്തത്. ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.